നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന പരമ്പര ടീം ഇന്ത്യ തൂത്തുവാരിയിരിക്കുകയാണ്. മൂന്നാമത്തെ ഏകദിനത്തിൽ ഇന്ത്യ 90 റൺസിന് വിജയിച്ചതോടുകൂടി ICCയുടെ ഏകദിന റാങ്കിങ്ങിൽ ഇന്ത്യ 1-ാം സ്ഥാനത്തേക്ക് കയറുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത 50 ഓവറുകളിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 385 റൺസാണ് എടുത്തത്. മറുപടി ബാറ്റിങ്ങിൽ 41.2 ഓവറുകളിൽ ന്യൂസിലാൻഡ് ഓൾ ഔട്ടായി. അവർക്ക് വെറും 295 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യക്ക് വേണ്ടി ശുഭ്മൻ ഗില്ലും രോഹിത് ശർമ്മയും സെഞ്ചുറി നേടിയിരുന്നു. 3 വർഷക്കാലത്തിന് ശേഷമാണ് രോഹിത് ശർമ്മ ഏകദിനത്തിൽ സെഞ്ചുറി കുറിക്കുന്നത്. ഗില്ല് 78 പന്തുകളിൽ നിന്ന് 112 റൺസ് എടുത്തപ്പോൾ രോഹിത് ശർമ്മ 85 പന്തുകളിൽ നിന്ന് 101 റൺസ് എടുത്തു. ഹാർദിക് പാണ്ഡ്യ 38 പന്തുകളിൽ നിന്ന് 54 റൺസ് എടുത്തിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ ന്യൂസിലാൻഡിന് വേണ്ടി ഡെവൺ കോൺവോയ് തൻ്റെ ഏകദിന കരിയറിലെ ഏറ്റവും മികച്ച സ്കോർ കണ്ടെത്തി. 100 പന്തുകൾ നേരിട്ട് അദ്ദേഹം 138 റൺസ് എടുത്തു. ഹെൻറി നിക്കോൾസ് 42 റൺസും മിച്ചൽ സാൻഡർ 34 റൺസും എടുത്തു. ഇന്ത്യക്ക് വേണ്ടി 3 വിക്കറ്റുകൾ കുൽദീപ് യാദവും ഷാർദുൽ താക്കൂറും പിഴുതു. യശ്വന്ദ്ര ചാഹൽ 2 വിക്കറ്റുകൾ നേടുകയുണ്ടായി. ഏതായാലും ഇന്ത്യൻ ടീമിന് മുന്നിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ 3 മത്സരങ്ങളുടെ പരമ്പര തൂത്തുവാരി ടീം ഇന്ത്യ ഇപ്പോൾ ICCയുടെ റാങ്കിങ്ങിൽ ODI റാങ്കിങ്ങിൽ ഇന്ത്യ 1-ാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു. ഇന്ത്യ ഒന്നാമതുണ്ടായിരുന്ന ഇംഗ്ലണ്ട് 2-ാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു. ഓസ്ട്രേലിയ 3-ാമത്. ഇന്ത്യയോട് പരമ്പര പരാജയപ്പെട്ട ന്യൂസിലാൻഡ് ഇപ്പോൾ 4-ാം സ്ഥാനത്താണ്. 5-ാം സ്ഥാനത്ത് പാകിസ്ഥാൻ, 6-ാം സ്ഥാനത്ത് സൗത്ത് ആഫ്രിക്ക, 7-ാം സ്ഥാനത്ത് ബംഗ്ലാദേശ്, 8-ാം സ്ഥാനത്ത് ശ്രീലങ്ക, 9 അഫ്ഗാനിസ്ഥാൻ, 10 വെസ്റ്റ് ഇൻഡീസ്. ഇതാണ് നിലവിലെ ICC ODI റാങ്കിങ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.